ഹായ് ഓൾ, വെൽക്കം ടു ജാനീസ് ഫാൻറ്റസി. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. ബാച്ചിലേഴ്സിനാണേലും നമുക്കാണേലും തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഓയിൽ, തൈര്, റോസ് വാട്ടർ, നമുക്കിതിനാവശ്യമായ പുതിനയില, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെള്ളുള്ളി, അതുപോലെ തന്നെ നെയ്യ്, പിന്നെ ചോറിന് ആവശ്യമായ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, പിന്നെ ഒരു ചെറിയ നാരങ്ങ. 2 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. ഇനി നമുക്ക് ചിക്കൻ മസാലയിലേക്ക് വേണ്ട ഉള്ളി ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാകാൻ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി നമുക്ക് മസാലയ്ക്കും അതുപോലെ തന്നെ ദം റെഡിയാക്കുന്നതിനും ആവശ്യമുണ്ട്. നല്ലപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഉള്ളി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം വരും. പിന്നെ ചിക്കനൊരു പുളി കിട്ടാൻ വേണ്ടി ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. 2 പിടി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ ചിക്കനിലേക്ക് ഈ മിക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ചിക്കൻ എല്ലാം ഒന്ന് പിടിക്കണം. നല്ലതുപോലെ നമ്മളിത് എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയില ഞാനൊരു 1/2 പിടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില 2 പിടി നല്ലതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നല്ലതുപോലെ ചേർത്ത് കൊടുത്താൽ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ നമ്മുടെ ഈ ചിക്കനിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാലയിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഇത് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെക്കുക അടുപ്പത്ത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ്, 3 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയായിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ട് ചിക്കനിലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഞാൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ നെയ്യിലും ആ എണ്ണയിലും ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും പുറത്തുനിന്ന് വേറെ ആഡ് ചെയ്യുന്നില്ല. ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് റെഡിയായി കിട്ടുന്നത്. അടച്ചു വെച്ചു. ഇനി നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അരി റെഡിയാക്കാൻ പോകാം. അരി ഓൾറെഡി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മുടെ മസാല ഐറ്റംസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കുക. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മസാല ഐറ്റംസായ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ആ എണ്ണയിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ചോറിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ഇതിന് കറക്റ്റ് അളവില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം കളഞ്ഞിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 4 മിനിറ്റ് മതി ഇതൊന്ന് റെഡിയായി കിട്ടാൻ. കാരണം ഓൾറെഡി നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം 4 മിനിറ്റിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ചോറ് പെട്ടെന്ന് തന്നെ കട്ടായി പോകും. ഇനി നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. നമുക്കിപ്പോൾ കാണാം ചിക്കൻ നല്ലതുപോലെ ഗ്രേവിയൊക്കെ വന്ന് നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. നല്ലപോലെ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. ഗ്രേവിയെല്ലാം ചിക്കനിൽ തന്നെ വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ അരി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റ് 4 മിനിറ്റായി. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി വെള്ളം ഊറ്റിക്കളയാം നമുക്ക്. ഇനി നമ്മുടെ ദം നമുക്ക് ശരിയാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചോറ് കുറച്ചെടുത്ത് ആദ്യം ഒരു ലെയർ നമുക്കുണ്ടാക്കാം. ഞാൻ ആദ്യം ഒരു ലെയർ ചോറിൻ്റെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ലെയർ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. ഇനി ചോറിട്ട് കൊടുത്തു. ചോറിട്ടതിന് ശേഷം പുതിനയിലയും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് മാത്രമേ നമ്മൾ മസാലയ്ക്ക് ചേർക്കാറുള്ളൂ. ബാക്കി നമ്മൾ കുറച്ച് ഒരു പിടി മാറ്റി വെച്ചേക്കണം. നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റി വെക്കുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത കളറാണ്. ഫുഡ് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി പുതിനയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് നമ്മുടെ ബാക്കിയിരിക്കുന്ന ചിക്കൻ മൊത്തം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മൊത്തം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി ചോറിട്ട് കൊടുക്കുക. ബാക്കി വരുന്ന മൊത്തം ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നമ്മുടെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൊണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് വെക്കും. ഇപ്പം ദമ്മിനുള്ള
എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ടതിന് ശേഷം ദം നല്ലതുപോലെ മൂടി വെക്കുക. അപ്പോൾ എൻ്റെ പാത്രം കുറച്ച് ലൂസായതുകൊണ്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടാണ് മൂടി വെക്കുന്നത്. അപ്പം ഇതിൻ്റെ ആവി ഇതിനകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിനകം നമ്മുടെ ദം റെഡിയായി കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.